ആധുനിക ലോകത്തിൻ്റെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജെൻസി കിഡ്സ് അല്ലെങ്കിൽ 20 കിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഏറ്റവും പുതിയ തലമുറയിലെ ആളുകൾ. സവിശേഷമായിട്ടുള്ള സ്വഭാവ രീതികൾ കൊണ്ടും ലോകവിവരങ്ങൾ കൊണ്ടും നമ്മളവരെ ഒരുപാട് രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പഴയ തലമുറയിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത ആളുകളും ആധുനികമായിട്ടുള്ള എല്ലാ ടെക്നോളജിയെക്കുറിച്ചും നല്ല രീതിയിൽ ധാരണയുള്ള ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ ജെൻസികളെന്ന് വിളിച്ചു പോരുന്നത്. ഗൗരവകരമായിട്ടുള്ള ഒരുപാട് സവിശേഷങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു കാലത്ത് തന്നെ ഇവരെക്കുറിച്ച് ഏറ്റവും പുതിയൊരു പഠനം നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ തലമുറയ്ക്ക് ബുദ്ധിശക്തിയിൽ പിന്നിലായിട്ടുള്ള ആദ്യ തലമുറയാണ് ഈ ജെൻസി കിഡ്സ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ വേറെ ആരുമല്ല, പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജാരഡ് ക്യൂനി ഫോർവർത്ത് ഈ ഒരു മുന്നറിയിപ്പ് നമ്മുടെ മുന്നിലേക്ക് നൽകുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ മുന്നിലോട്ട് വരുന്ന സമയത്ത് അത്രയും കാലം നമ്മുടെ കൂടി ഇന്ത്യൻ തലമുറയേക്കാൾ കൂടുതൽ IQ മുന്നിലോട്ട് കാണിച്ചുകൊണ്ടിരുന്ന രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിന് ഫ്ലിൻ എഫക്റ്റ് എന്നായിരുന്നു അന്നത്തെ കാലത്ത് അതിനെ വിളിച്ചിരുന്നത്. എന്നാൽ 2010 കൂടിയിട്ട് ആ ഒരു കാര്യം മാറി മറിഞ്ഞു എന്നാണ് നമ്മുടെ ഡോക്ടർ ജാരഡ് പറയുന്നത്. അതായത് ബുദ്ധിശക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ AI പോലുള്ള അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ വന്നതോട് കൂടിയിട്ട് അവർക്കധികം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യം വരാതെയായി. മാത്രമല്ല എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നു വളരെ ക്വിക്കായിട്ട് നമ്മുടെ കൺമുന്നിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം ഇല്ലാതെ ആയിട്ടുണ്ട്. അതിൽ ഒരുപാട് സവിശേഷതകളാണ് ഈ ഒരു കാലത്ത് ജെൻസി എന്ന് പറയുന്ന 2K കിഡ്സിന് വന്നിരിക്കുന്നത്. ജെൻസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റൻഷൻ സ്പാൻ, വായനാശീലം, അതുപോലെ തന്നെ ഗണിതപരമായിട്ടുള്ള കഴിവുകൾ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ മുമ്പുള്ള തലമുറയിൽ നിന്ന് നോക്കുന്ന സമയത്ത് കുറഞ്ഞതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അത്തരം രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ജെൻസി കിഡ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എഫേർട്ടുകൾ കുറവാണ് എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. അതായത് അവർക്കൊരു കാര്യം അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ അവർക്ക് വിരൽത്തുമ്പിൽ തന്നെ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത പഴയ തലമുറയാണ് യഥാർത്ഥത്തിൽ ഇവരെ ഇത്തരത്തിലുള്ള ഒരു IQയുടെ കേസിലായാലും അല്ലെങ്കിൽ ബുദ്ധിശക്തി കുറയുന്ന ഒരു കാരണത്തിന് മുമ്പിലായാലും പ്രധാന പങ്കുവച്ചിരിക്കുന്ന ഈ പഴയ തലമുറയിലെ ആളുകളാണ്. അവർ കൊടുത്തിരിക്കുന്ന എല്ലാ അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ മസ്തിഷ്കത്തിൽ ന്യൂറോണുകളുടെ വളർച്ച കുറയുന്നു എന്നും പഠനങ്ങൾ പറയുന്നു. 2K കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അടിപൊളിയാണെങ്കിലും അവർക്ക് ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സൂചിപ്പിച്ച രീതിയിലുള്ള ഇത്തരത്തിലുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അധികം അവർ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകൾ, മാനസികമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവർ പലപ്പോഴും പ്രഷർ ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് കേസുകൾ ഇന്നത്തെ കാലത്ത് പത്രമാധ്യമങ്ങളിലൂടെ മറ്റു രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2K കിഡ്സ് നമുക്ക് പൂർണ്ണമായിട്ടും ആക്ഷേപിക്കാൻ കഴിയില്ല. അവരെ അങ്ങനെ ആക്കിയതിൽ അവർ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവരെ ആ രീതിയിൽ എല്ലാം കൊടുത്തുകൊണ്ട് ആ ലെവലിലേക്ക് ആക്കിയെടുത്തിട്ടുള്ള തലമുറ പഴയ തലമുറ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, അല്ലേ? ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ സ്മീ സേതുലാൽ സൈനിങ് ഓഫ്. ബൈ.